ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ക്ലീനിങ് സേവനവാരം, അതുപോലെ സ്റ്റാമ്പ് കളക്ഷൻ, സ്റ്റാമ്പ് പ്രദർശനം, ഉത്തരമേഖല ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതുപോലെ ജില്ലാതല ചിത്രരചന മത്സരം തുടങ്ങി വിവിധങ്ങളായ ഉത്തരമേഖല കൈകൊട്ടികളി മത്സരം, അങ്ങനെ ഓരോ മാസങ്ങളിലും ഓരോ പരിപാടികളും, കൂടാതെ ഒരു മാസം തോറും നടത്തി വന്ന ക്വിസ് പ്രോഗ്രാം, അതിൻ്റെ മെഗാ ഫൈനൽ, ഒരുപാട് പരിപാടികൾ നടത്തി നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനയുടെ 40ാം വാർഷികത്തിൻ്റെ സമാപന ചടങ്ങാണ് ഇന്ന് നടത്തുന്നത്. ഇവിടെ കാലാവസ്ഥ നമുക്ക് കുറച്ച് പ്രതികൂലമായി വന്നതുകൊണ്ട് പരിപാടി ആരംഭിക്കുവാൻ കുറച്ച് അല്പം വൈകി. അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ക്ലബിൻ്റെ 40ാം വാർഷിക ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും സ്ഥാപക അംഗവും, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അധ്യാപക അവാർഡ് ജേതാവും, അതിലുപരി രക്തദാനം നടത്തി ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ച ശ്രീ രതീഷ് കുമാർ സാറാണ്. രതീഷ് കുമാർ സാറിനെ ആദ്യമായി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ആനയിക്കും. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ചില തിരക്കുകൾ കാരണം പാലക്കാട് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. എന്നിരുന്നാലും അദ്ദേഹം നാളെ നടക്കുന്ന നമ്മുടെ കമ്പവലി മത്സരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി മുർഷിദ കൊങ്ങായി മാഡത്തിനോട് നമ്മുടെ ഈ പരിപാടി, മാഡത്തിന് നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ആദ്യം ക്ഷണിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മാഡത്തിനെ ക്ലബിൻ്റെ പേരിലും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മുടെ ക്ലബിൻ്റെ ഒരു മെമ്പറും കൂടിയായിരുന്നു അദ്ദേഹം, ഇപ്പോഴുമാണ് നമ്മുടെ ഈ പരിപാടിയുടെ രക്ഷാധികാരിയും കൂടിയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, ഞാനൊരു പ്രത്യേകിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം അദ്ദേഹത്തിന് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പറഞ്ഞാൽ കുറച്ച് അധികമായി പോകും. സന്തോഷേട്ടൻ, നമ്മളെല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ശ്രീ സന്തോഷ് കീഴാറ്റൂർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ഒരു പരിപാടിക്ക് സാംസ്കാരിക സമ്മേളനം എന്ന് പറയുമ്പോൾ സാംസ്കാരികമായി പ്രഭാഷണം നടത്തുവാനുള്ള കഴിവുള്ള ഒരാളെ നമ്മൾ തേടി നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ സാഹിത്യം, ചരിത്രം, തത്വചിന്ത, സാംസ്കാരിക പഠനം മുതലായ മേഖലയിൽ ഗവേഷണ താല്പര്യത്തോടുകൂടി ഇടപെടുന്ന പ്രശസ്ത നിരൂപകനും പ്രഭാഷകനും ഏകദേശം 20 വർഷത്തോളമായി പയ്യന്നൂരിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന എതിർദിശ മാസികയുടെ എഡിറ്ററും, കൂടാതെ മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം തുടങ്ങിയ മുൻനിര പ്രസിദ്ധീകരണങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ വരാറുണ്ട്. ചരിത്രത്തിന്റെ ഇന്ധനം എന്ന നിരൂപണ ഗ്രന്ഥം, പ്രതീതികൾ എന്ന സാംസ്കാരിക പഠന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
നമ്മൾ ഈ വേദിയിലേക്ക് മുഖ്യ പ്രഭാഷകനായി സ്വാഗതം ചെയ്യുന്നു ശ്രീ പി.കെ. സുരേഷ് കുമാർ സാർ. നമ്മുടെ പരിപാടിക്ക് ആശംസ നേരാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ, തളിപ്പറമ്പ് കൗൺസിലർ, അദ്ദേഹം നമ്മുടെ ഏത് പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചാലും യാതൊരു ഒരു വൈകിയില്ല, ഒരു ഇതും കാണിക്കാതെ തന്നെ എല്ലാ പരിപാടിക്കും നമ്മളെ പരിപാടിക്ക് പങ്കെടുക്കുന്നതാണ്. നമ്മുടെ ഈ പരിപാടിയുടെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ കെ രമേശ് ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്ത ക്ഷണം സ്വീകരിച്ച് ആശംസ നടത്തുവാനുള്ളത് നമ്മുടെ തന്നെ വേറൊരു തളിപ്പറമ്പിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ തളിപ്പറമ്പ് മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ഗിരീഷ് ചേട്ടനാണ്. ഗിരീഷ് ചേട്ടനും നമ്മുടെ എല്ലാ പരിപാടികൾക്കും സഹകരിച്ച് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഗിരീഷ് ചേട്ടനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി 40 വർഷത്തെ ഈ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു സ്മരണിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്മരണികയുടെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ക്ലബിന്റെ എല്ലാ മെമ്പർമാരും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാലും അതിൽ കൂടുതൽ അധ്വാനം കൊടുത്ത് അതിനെ ഒരു രൂപത്തിലാക്കിയെടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഗിരീഷ് പൂക്കോത്താണ്. ഈ വേദിയിൽ വെച്ച് ആ സ്മരണികയുടെ പ്രകാശനം നടക്കുന്നുണ്ട്. ശ്രീ ഗിരീഷ് പൂക്കോത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ അവസാനമായി നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഈ 40 വാർഷിക ആഘോഷ കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ ജയദേവൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രസ് മീഡിയ അവർക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും, കൂടാതെ നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ ഈ ഒരു വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ രതീഷ് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മുർഷിദ കോങ്ങഴി, ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യാതിഥി നമ്മുടെ രക്ഷാധികാരിയായിട്ട് ശ്രീ സന്തോഷ് കീഴാറ്റൂർ, സാംസ്കാരിക പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്തും എതിർച്ച പത്രമാസികയുടെ എഡിറ്റർ കൂടിയായിട്ടുള്ള ശ്രീ പി.കെ. സുരേഷ് കുമാർ, കൗൺസിലർമാരായിട്ടുള്ള ശ്രീ കെ രമേശൻ, ശ്രീ ഗിരീശൻ, നമ്മുടെ സംഘാടക സമിതിയുടെ
ചെയർമാൻ ജനറൽ കൺവീനർ ആയിട്ടുള്ള ശ്രീ സുരേഷ്, ഫോക്ലോറിസ്റ്റും പ്രിയ ശിഷ്യനും കൂടിയായിട്ടുള്ള ശ്രീ ഗിരീഷ് പുപ്പൂർ, സംഘാടക സമിതിയുടെ ട്രഷറായിട്ടുള്ള ശ്രീ ടി ജയദേവൻ, ക്ലബ്ബ് പ്രസിഡന്റ് രമണൻ, സെക്രട്ടറി റോഷൻ, അതുപോലെ തന്നെ നമ്മുടെ ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മൾ നിശ്ചയിച്ചാലും അല്പം വൈകിയാണ് ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരോടും വൈകിയതിന് ക്ഷമ ചോദിക്കുക. കൊട്ടാരം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2023 സെപ്റ്റംബർ 10 ആരംഭിച്ചിട്ടുള്ള ഈ ഒരു 40ാം വാർഷിക പരിപാടിയുടെ സമാപനം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട ചില വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി അല്ലെങ്കിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ 1983 സെപ്റ്റംബർ 11 പൂക്കോത്ത് കൊട്ടാരത്തിന്റെ സമീപത്തുള്ള ആയത്തറയിൽ ഒത്തുചേർന്നപ്പോൾ ഇങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനും അതിൽ 40 വർഷം നിലനിൽക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിനപ്പുറത്താണ്. സ്വാഭാവികമായിട്ടും ഈ ക്ലബ്ബ് നിലനിൽക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും വിശ്വാസവും അത് തന്നെയാണ് നമ്മുടെ മുതൽക്കൂട്ട്. ഈ ഒരു അവസരത്തിൽ ആദ്യകാല ക്ലബിന്റെ പ്രസിഡന്റായിട്ടുള്ള നമ്മൾ വിട്ടുവരുന്ന ശ്രീ കെ വി രാമേന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ ആദ്യ രക്ഷാധികാരിയും പിന്നീട് പ്രസിഡന്റായിട്ടുള്ള ശ്രീ കെ ബാലൻ മാസ്റ്റർ, സ്പോർട്സ് കൺവീനറായിരുന്ന ശ്രീ ഭരതൻ, അതുപോലെ തന്നെ നമ്മുടെ ക്ലബിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ ഉത്തമൻ, നാടകത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു ഉയർത്തിയ നമ്മുടെ വഴികാട്ടിയും എനിക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാൻ അവസരം കൂടി തന്നിട്ടുള്ള ശ്രീ രാഘവൻ മാസ്റ്റർ കുഞ്ഞുമോഹൻ, ഇവരുടെ എല്ലാവരുടെയും ഓർമ്മക്ക് മുമ്പിൽ ആദ്യം തന്നെ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇവരില്ലാതെ നമ്മുടെ ക്ലബില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലബ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഒറ്റൊരു ലക്ഷ്യമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും രാഷ്ട്രീയം ക്ലബിൽ പാടില്ല എന്ന് ഞങ്ങൾ തീർത്തും വിശ്വസിച്ചിരുന്നവരാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് തളിപ്പറമ്പ് പ്രദേശത്തുള്ള കുട്ടികളുടെ കലാപരവും കായികപരവുമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ജീവൻ പ്രവർത്തനങ്ങൾ ചെയ്യുക, ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകളൊക്കെ നടത്തുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഞങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ ക്ലബിന്റെ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള അവരുടെ ഭാര്യമാര് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാര്, അവരുടെ വീട്ടംഗങ്ങള്, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. പലപ്പോഴായിട്ടൊന്ന് തുടങ്ങാൻ വേണ്ടി മാത്രമേ പ്രയാസമുള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലബിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട്. ഏത് കലാസമിതിക്കും സംഭവിക്കുന്നത് പോലെയുള്ള ചില ഉയർച്ചകളും താഴ്ചകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഒരുപറ്റം ആളുകളുടെ ഈ കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോഴുള്ള പ്രവർത്തനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. അതോടൊപ്പം തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ശ്രീ കെ വി രാമേന്ദ്രൻ മാസ്റ്ററുടെ മകനും നമ്മുടെ ക്ലബിന്റെ മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്ന ശ്രീ ബിജോയ് ചന്ദ്രൻ, ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു ശ്രീ ബിജോയ് ചന്ദ്രൻ. ബിജോയ് ചന്ദ്രന്റെ വേർപാടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലപ്പുറം തന്നെയായിരുന്നു. എങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ ഒക്കെ ഓർമ്മക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികളും പുഷ്പാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഈ ക്ലബിന്റെ ഈ 40ാമത് വാർഷിക സമാപനത്തിന്റെ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടും പ്രതികൂല കാലാവസ്ഥയെ പോലും എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ടും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നല്ലവരായ നാട്ടുകാരോടുള്ള കടപ്പാടും സ്നേഹവും നന്ദിയൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ ഈ സംഘാടന സമിതിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബഹുമാനായിട്ടുള്ള തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീ മുർഷിദ കോങ്ങായിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, രതീഷ് സാർ, അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള സന്തോഷ് കിയാറ്റൂർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന PK സുരേഷ് കുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നഗരസഭ കൗൺസിലർമാരായിട്ടുള്ള രമേശ് ഏട്ടൻ, അതുപോലെ തന്നെ ഗിരീഷ് ഏട്ടൻ, ഫോക്ലോറിസ്റ്റ് ഗിരീഷ് പൂക്കോത്ത്, മറ്റ് വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 4 പതിറ്റാണ്ടുകാലമായി ഈ പ്രദേശത്തെയും പൊതുവായി തളിപ്പറമ്പിലെയും കലാ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാംസ്കാരിക കേന്ദ്രമാണ് കൊട്ടാരം ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ്ബ്. കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപപ്പെടുന്ന ഒരു നാട്ടുകൂട്ടായ്മ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തളിപ്പറമ്പിനെ പരിചയപ്പെടുത്തിയ കേന്ദ്രമാണ് കൊട്ടാരം ബ്രദേഴ്സ് ക്ലബ്ബ്. ഈ സാംസ്കാരിക കേന്ദ്രത്തിന് രൂപം നൽകുകയും ഇക്കാലം അത്രയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തവരുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് തളിപ്പറമ്പിന്റെ മുഖശ്രീയായി ഈ കേന്ദ്രത്തിന് വളരാൻ സാധിച്ചത്. നമുക്കറിയാം, വേദിയിലുള്ള നമ്മുടെ അഭിമാനമായ മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകൻ സന്തോഷ് കിഴാറ്റൂർ ഉൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകന്മാർക്ക് ജന്മം നൽകാനും വേദി ഒരുക്കാനും സാധിച്ചു എന്നത് തന്നെ കൊട്ടാരം ബ്രദേഴ്സ് ക്ലബിന്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. തളിപ്പറമ്പ് നഗരസഭയിൽ ഇതുപോലെ സുസജ്ജമായ സ്വന്തം കെട്ടിടവും വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളുമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ഇന്ന് 40ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഈ മഹത്തായ സാംസ്കാരിക കേന്ദ്രവും. നമുക്കറിയാം, പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ മഴയെ ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് കലാപരിപാടികൾ നടക്കാനുണ്ട്. ഒരു നാടിന്റെ സാംസ്കാരിക കേന്ദ്രം, ഈ സ്ഥാപനമായി വളർന്നു വന്ന കൊട്ടാരം ബ്രദേഴ്സ് ക്ലബിന് നാളിതുവരെ നിങ്ങൾ നൽകിയ സഹായ സഹകരണവും കുറെ കൂടി കാര്യക്ഷമമാക്കിയതും തുടർന്നും നൽകണമെന്നും, അതുപോലെ തന്നെ തളിപ്പറമ്പ് നഗരസഭയുടെ എല്ലാവിധ പ്രോത്സാഹനവും ഉറപ്പു നൽകിക്കൊണ്ട് ഈ 40ാം വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്.
സാംസ്കാരിക പ്രവേശനം നടത്തുന്നതിന് വേണ്ടി എതിർദിശ പത്രമാസികയുടെ എഡിറ്ററും നിരൂപകരൊക്കെ ആയിട്ടുള്ള പ്രഭാഷകൻ നമ്മുടെ പരിപാടിയിൽ സന്തോഷിനെ ആദ്യം വിളിക്കുന്നതായിരിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള സന്തോഷ് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ. ക്ഷമിക്കണം, ഒരു അത്യാവശ്യമായി എൻ്റെ ഒരു സുഹൃത്ത് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റൽ കിടക്കുകയാണ് കണ്ണൂർ. എനിക്കൊന്ന് അങ്ങോട്ട് പോകേണ്ടതുകൊണ്ടാണ് സുരേഷ് ഏട്ടൻ്റെ സമയം ഞാൻ കവർന്നെടുക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം. കൊട്ടാരം ബ്രദേഴ്സിൻ്റെ 40 വർഷമേ, 41 വയസ്സായി. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം 2023 സെപ്റ്റംബറിൽ നമ്മുടെ കളിപ്രമ്പ UP സ്കൂൾ, അതിനേക്കാളും അപ്പുറം നമ്മുടെ സ്വന്തം കൊട്ടാരം സ്കൂൾ. അന്നത്തെ ഉദ്ഘാടകനായിരുന്നു ഞാൻ എത്തിയിരുന്നു. അന്ന് വളരെ വിശദമായും അതിലപ്പുറം വൈകാരികമായും സംസാരിച്ച ഒരാളാണ്. ഇന്ന് അതുകൊണ്ട് അങ്ങനെ വലിയൊരു വർത്തമാനത്തിനോ പ്രസംഗത്തിനോ ഞാൻ മുതിരുന്നില്ല. 2-3 കാരണങ്ങളുണ്ട്. അത് ഒട്ടും വയ്യ, ചെറിയൊരു പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട്. അതിനപ്പുറം ഇന്നലെ നിങ്ങളെല്ലാവരും കേട്ട ഒരു വാർത്ത, ഇന്നലെ രാവിലെ ഉണർന്നപ്പോൾ തന്നെ കേട്ട ഒരു വാർത്ത, അരങ്ങിൽ അഭിനയിച്ച് വേർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത വേദിയിലേക്കുള്ള യാത്രയിൽ ഒരു നാടക സംഘം അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും 2 സഹോദരിമാർ, കേരളത്തിലെ 2 മികച്ച കലാകാരികൾ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. 10-12 പേർ ആ നാടക സംഘത്തിലെ കലാകാരന്മാർ ഹോസ്പിറ്റലിലാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ അവരുടെ കൂടെ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അപ്പോഴാണ് വീട്ടിലെത്തിയപ്പോഴാണ് ഒരു 16-ാമത്തെ വയസ്സ് മുതൽ അടുത്ത് പരിചയമുള്ള മറ്റൊരു കലാകാരൻ, നമ്മുടെ അടുത്തുള്ള മാങ്ങാടുള്ള ഒരു കലാകാരൻ, അദ്ദേഹവും വളരെ സീരിയസ് ആയിട്ട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനസ്സ് വല്ലാത്തൊരു വിങ്ങലിലാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ വല്ലാത്തൊരു മാനസിക പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ കൊട്ടാരം ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്റെ സ്വന്തമാണ്, എന്റെ ബ്ലഡാണ്, രക്തമാണ്. അതുപോലെ തന്നെ കൊട്ടാരം ബ്രദേഴ്സിന്റെ ഒരുവിധ എല്ലാ പരിപാടികളിലും എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നുമുണ്ട്. 2023 സെപ്റ്റംബറിൽ ഇതിന്റെ തുടക്കം കുറിച്ചത് മുതൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു. പക്ഷെ അതിനപ്പുറം കുറേയും കൂടി വൈജ്ഞാനികമായ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മുടെ പുതുതലമുറയ്ക്ക് കുറച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ ഈ ക്ലബ്ബ് ആവിഷ്കരിച്ചു. അത് വളരെ വിജയപ്രദവുമായിരുന്നു. ഇന്നതിന്റെ പരിസമാപ്തി, നാളെ ഇതിന്റെ സമാപനമാണ്. രതീഷ്, ഭയങ്കര സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും രതീശ മാഷും രാജഗോപാലേട്ടനും ഭരതേട്ടനും തമ്പാനേട്ടനും ഇവരെല്ലാവരും ഒത്തൊരുമിക്കുകയാണ്. ഒരു ക്ലബിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിനെ ഒത്തൊരുമിപ്പിക്കലാണ്. കൂടുതൽ വളരെ വിശദമായി നമുക്ക് എന്താ പറയാ, നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടി ഉണർത്തുന്ന രീതിയിൽ സുരേഷേട്ടൻ വളരെ വിശദമായിട്ട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ വലിയൊരു പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലില്ല, വാക്കുകളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇതിന്റെ പ്രവർത്തനം ഇനിയുള്ള കാലങ്ങളിലും സുരേഷ് അടക്കമുള്ള പുതിയ കാലത്തുള്ള വളരെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ഇതിന്റെ മുൻനിരയിലെത്തുന്നു എന്നതും വളരെ സന്തോഷമാണ്. ഇത് തന്നെയാണ് ജീവിതം. ബാക്കി എന്തൊക്കെ നമ്മൾ സൗകര്യം, ഞാൻ പറഞ്ഞതുപോലെ പണ്ട് എന്നെ അറിയുന്നവരാണ് കൂടുതലും. എങ്ങനെയാണ് ഞാനെന്ന് പറഞ്ഞൊരു കലാകാരൻ ഉണ്ടായത്, എങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കുടുംബം എങ്ങനെയായിരുന്നു, അത്രയും വളരെ താഴെത്തട്ടിൽ നിന്നും പരസ്പരം അറിയുന്നവരാണ്. ഇന്ന് ആ പഴയ പൂക്കോട്ട് തെരുവല്ല, പഴയ കീഴാറ്റൂരുമല്ല. എല്ലാവരും വളർന്നു. എല്ലാവർക്കും അത്യാവശ്യം നല്ല വീടുകൾ ഉണ്ടായി, നല്ല വാഹനങ്ങൾ ഉണ്ടായി, അത്യാവശ്യം 3 നേരവും സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ജീവിത രീതികളാകെ മാറി. ഏറ്റവും എന്താ പറയുക, കുറേയും കൂടി സുഖപ്രദമായി, സൗകര്യപ്രദമായി. പക്ഷെ
ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പഴയ കാലത്തുള്ള ആ സ്നേഹബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്നതാണ്. കാരണം റിയൽ ഏതാണ് റിയൽ ഏതാണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങളിലടക്കം എല്ലാവരും ചിരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, കല്യാണത്തിന് പോകുന്നുണ്ട്, മരണ വീട്ടിൽ പോകുന്നതൊക്കെ. മരണ വീട്ടിൽ പോയാൽ പോലും മൊബൈൽ ഫോണുകൾ ചലിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നിശബ്ദമായി ഇരിക്കാൻ പറ്റുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അത് തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ അങ്ങനെ കൂടിയിരിക്കുന്ന ഏക സ്പേസ് ഇടം എന്ന് പറയുന്നത് ഇതുപോലുള്ള വായനശാല പ്രവർത്തനങ്ങളും നമ്മുടെ അമ്പലങ്ങൾ. പണ്ട് ഒരു കാലത്ത് അമ്പലങ്ങളായിരുന്നു. അമ്പലത്തിലാണ് എല്ലാവരും എത്തുക. അമ്പലം വിശ്വാസത്തിനപ്പുറം. കാരണം ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ കേരളം മുഴുവൻ നാടകം കളിച്ച് നടന്ന ഒരാളാണ്. അപ്പോ അമ്പലങ്ങളിൽ പോകുന്ന എല്ലാവരും വിശ്വാസികളാകണമെന്നില്ല. നമ്മുടെ അമ്പലങ്ങളെല്ലാം ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് അമ്പലങ്ങളിൽ അല്ല കോട്ടങ്ങളിൽ കാവുകളിലൊക്കെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ, കളിയാട്ടം നടക്കുമ്പോൾ കേരളത്തെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തകരെ, പ്രഭാഷണം ചെയ്യുന്നവരെ, ഏറ്റവും മികച്ച കലാകാരന്മാരെ, ഏറ്റവും മികച്ച കലാസൃഷ്ടികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറക്കാനാണ്, നമ്മുടെ ഇരുട്ട് മാറ്റാനാണ്, വെളിച്ചം വീശുവാനാണ്. പക്ഷെ അതുപോലെ തന്നെ അത് വായനശാല പ്രവർത്തനവും ക്ലബ്ബ് പ്രവർത്തനവും. എനിക്ക് ഇവിടുന്ന് ഏറ്റവും ആദ്യം കൊട്ടാരം ബ്രദേഴ്സിന്റെ നമ്മുടെ ഉഷയുടെ എപ്പോഴും പേര് മാറിപ്പോ, പ്രകാശായിട്ടും രണ്ടാളും ഉള്ളതുകൊണ്ട് ചന്ദ്രേട്ടൻ, ജയരാജേട്ടൻ. ഈ പ്രകാശേട്ടൻ എപ്പോഴും ഈ കീഴാറ്റ് പോകുമ്പോൾ കാണുന്നതുകൊണ്ടാണ് ഈ പ്രകാശേട്ടൻ. ഞാൻ അധികം രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെ ബസ് ഇറങ്ങിയിട്ട് ഞാൻ കീഴാറ്റിലേക്ക് നടക്കാൻ ഒരാളുണ്ടാവും, മുണ്ടൊക്കെ മാടി കെട്ടിയിട്ട് രാവിലത്തെ മോർണിംഗ് വാക്ക് പ്രകാശേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് പറയും. അവിടെ പ്രകാശേട്ടൻ്റെ ജയരാജേട്ടൻ തെറ്റിയിരിക്കണ്ട. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, അല്ല എവിടെയായിരുന്നു സ്റ്റേജ്, ജയരാജേട്ടൻ നായകനായിട്ടുള്ള ഒരു നാടകമൊക്കെ, കുഞ്ഞുമംഗലം രാഘവ മാഷൊക്കെ. നമുക്ക് ആലോചിച്ചു, ഒരു നാടകം പഠിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടി മാത്രമേ പുറമേ നിന്ന് കൊണ്ടുവരികയുള്ളൂ. പിന്നീട് വീണ്ടും കൊട്ടാരം ബ്രദേഴ്സിന്റെ പ്രവർത്തകരായ സ്ത്രീകൾ തന്നെ അഭിനയിക്കുന്നവരൊക്കെയുണ്ട്. അന്നൊരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടായ്മ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് വീണ്ടും തിരിച്ചു പിടിക്കുകയാണ്. ഈ തിരിച്ചു പിടിക്കൽ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരു ചങ്ങല പോലെ, നമുക്ക് ഉറപ്പുള്ള ഒരു ചങ്ങല പോലെ നമുക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് ഈ 41 വയസ്സിലേക്ക് കടക്കുന്ന ഈ കൊട്ടാരം ബ്രദേഴ്സിനെ നമുക്ക് എല്ലാവർക്കും ചേർത്ത് പിടിക്കാം. ഞാൻ കീഴാറ്റൂരാണ്. നമ്മൾ കീഴാറ്റൂർ, പൂക്കോത്ത്, തിരുവ് അങ്ങനെ വലിയൊരു വ്യത്യാസം ഒന്നുമില്ല. വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒത്തൊരുമിച്ച് പോകാം. ആരെങ്കിലും ഈ ചങ്ങലയിൽ നിന്നും ഈ കണ്ണി ചേരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടി ചേർത്തുകൊണ്ട്, ഈ ചങ്ങല വിളക്കി ചേർത്തുകൊണ്ട്, കണ്ണികളെ ചേർത്തുകൊണ്ട് നമുക്ക് വലിയൊരു ചങ്ങലയായി സ്നേഹത്തിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ, പരസ്പര വിശ്വാസത്തിന്റെ ഒരു ചങ്ങലയായി നമുക്ക് മാറാം. കാരണം ഓരോ ദുരന്തങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊന്നൊന്നുമല്ല എന്നതാണ്. ഒരു നിമിഷം മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു സ്ഥലത്ത് നാടകം അവതരിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് വിധി എന്ത് വേണമെങ്കിലും അതിനെ ഉപമിക്കാം, തട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് മാത്രമാണ്. ഈ മൂമെന്റിൽ മാത്രം നമ്മൾ ചെയ്യുന്നത് മാത്രമേ നമുക്ക് ഓർമ്മ എന്തെങ്കിലും തരത്തിൽ ഈ ഭൂമിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് സുന്ദരമാകാൻ സാധിക്കട്ടെ, സ്നേഹമുള്ള നിമിഷങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ, പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവരും വളരെ ബഹുമാന്യ വ്യക്തിത്വമാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തളിപ്പറമ്പ് നഗരസഭയുടെ ബഹുമാന്യനായ അധ്യക്ഷ മുർഷിദ കൊങ്ങായി അവർകളാണ്. അതുപോലെ ഈ വാർഡ് മെമ്പേഴ്സ് എല്ലാവരും, സുരേഷ് ഏട്ടൻ അടക്കമുള്ള എല്ലാവരും ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു. പരിപാടി തീരാൻ ഞാൻ കാത്തു നിൽക്കില്ല. അതിനു മുമ്പ് എനിക്ക് പോകേണ്ടതുകൊണ്ട് ആ ഒരു ക്ഷമാപണം കൂടി നടത്തിക്കൊണ്ട് തുടർന്നുള്ള പരിപാടികൾ ഇതിലും വലിയ ഒരു ജനസഞ്ചയത്തോടു കൂടി ഈ മുഴുവൻ പൂക്കോത്ത് തെരുവിലെ മുഴുവൻ ആൾക്കാരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട്, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, ഞാൻ ഇതെല്ലാം അന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതായിരുന്നു. വീണ്ടും നമുക്ക് ഈ ഗ്രൗണ്ട് നിറക്കുന്ന രീതിയിൽ അടുത്ത തുടർ വർഷങ്ങളിൽ നമുക്ക് വലിയ സാംസ്കാരിക പരിപാടിയുമായി നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീമാൻ പി കെ സുരേഷ് കുമാറിനെ സ്നേഹം ക്ഷണിക്കുന്നു.